ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു സാമ്പാറാണ്. ഈ ഒരു സാമ്പാർ തയ്യാറാക്കാനായിട്ട് സാമ്പാർ പൊടി ഒന്നും വാങ്ങി കാശ് കളയണ്ട. വീട്ടിൽ തന്നെയുള്ള പൊടികൾ കൊണ്ടാണ് ഈ ഒരു കിടിലൻ സാമ്പാർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ആദ്യം തന്നെ സാമ്പാറിനുള്ള പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇടാം. സാമ്പാർ പരിപ്പ് എടുക്കുന്നവർ അതെടുത്താൽ മതി. തുവരപ്പരിപ്പാവുമ്പോൾ കുറച്ച് വേവ് കൂടുതലുണ്ട്. സാമ്പാർ പരിപ്പാവുമ്പോൾ ഒരു 2 വിസിൽ വരുമ്പോഴേക്കും വെന്ത് കിട്ടും. ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റൗവിലോട്ട് വെക്കാം. നന്നായി തിളച്ചു തുടങ്ങുമ്പം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ടിത് നമുക്ക് അടച്ചൊന്ന് വെയിറ്റ് ഇടാം. ഇപ്പോൾ ഇവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ആവി പോവാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ സാമ്പാറിന് വേണ്ട പച്ചക്കറികളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, പച്ചത്തക്കാളി, ബീൻസ്, സവോള, ഉള്ളി, പച്ചമുളക് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം വെള്ളരി, ഉള്ളി, പച്ചമുളക് ഇതൊഴികെ ബാക്കിയെല്ലാം 100 ഗ്രാം വീതമാണ് എടുത്തേക്കുന്നത്. വെള്ളരിക്ക ഒരു 150 ഗ്രാമും ഉള്ളി 50 ഗ്രാമുമാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു നെല്ലിക്ക വലിപ്പം പുളി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇവിടെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. പരിപ്പ് പാകത്തിന് തന്നെ വേവായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇടുമ്പം 2ആയി മുറിച്ച് നടുവേ ഒന്ന് പിളർന്ന് വേണം ഇടാനായിട്ട്. ഇനി പാകത്തിന് ഉപ്പിടാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. പച്ചക്കറി വേവിക്കുമ്പോൾ കുറച്ചിങ്ങനെ കായപ്പൊടിയും കൂടിയും ചേർത്ത് വേവിക്കുവാണെങ്കിൽ ആ കഷ്ണങ്ങളിലെല്ലാം പാകത്തിന് കായത്തിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ സാമ്പാറിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്താലും മതി. ഞാൻ സാധാരണ പഞ്ചസാരയാണ് ചേർക്കാറ്. ഇനി അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പച്ചക്കറി വേവിക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെ അളവ് പച്ചക്കറിക്ക് നികക്കെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് യോജിപ്പിച്ച് സ്റ്റൗ ഓണാക്കാം. തിളച്ചു തുടങ്ങുമ്പം അടച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ സ്റ്റീം നിറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫാക്കാം. ഇപ്പോൾ ഇവിടെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. കുക്കറിൽ നന്നായിട്ട് സ്റ്റീം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി മാറ്റി വെക്കാം. ആവി പോയി വരുന്ന സമയം ഇതിലേക്ക് ചേർക്കേണ്ട പൊടികളൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നല്ല രുചികരമായിട്ടുള്ള ഒരു സാമ്പാർ തയ്യാറാക്കി എടുക്കാനായിട്ട്. കൂടുതൽ കാശ് കൊടുത്ത് നമ്മൾ സാമ്പാർ പൊടി ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് ഒരു പാനിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് ചൂടാക്കരുത്. അപ്പോൾ സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും. ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കിയെടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ പാനിൻ്റെ ചൂടിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ പൊടികളുടെ പച്ചമണം മാറി പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന പുളി നല്ലതുപോലെ ഒന്ന് ഞെരടിയെടുക്കാം. ഇനി ഈ വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചാലിച്ചെടുക്കാം. അപ്പോൾ പുളിവെള്ളം പോരാതെ വരുവാണെങ്കിൽ അയവ് കണക്കിന് വെള്ളം ചേർത്ത് യോജിപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. പച്ചക്കറിയെല്ലാം പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. ഈ സമയം വേണം ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാൻ. ഇവിടെ ഞാൻ 100 ഗ്രാം വെണ്ടയ്ക്ക കുറച്ച് എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് നമുക്ക് യോജിപ്പിക്കാം. ഈ കൂടെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പൊടിയും ചേർത്ത് യോജിപ്പിച്ച് സ്റ്റൗ ഓണാക്കാം. അപ്പോൾ ഈ ഒരു സമയം ഉപ്പും പുളിയെല്ലാം പാകത്തിനാണോ എന്ന് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് തിളച്ച് തുടങ്ങുമ്പം അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കാം. അപ്പോഴേ ഉള്ളൂ കഷ്ണങ്ങളിൽ സാമ്പാർ പൊടിയുടെ ഫ്ലേവർ എല്ലാം കറക്റ്റായിട്ട് പിടിച്ച് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ല സാമ്പാറിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പം വളരെ ചിലവ് കുറച്ച് അടിപൊളി ഒരു സാമ്പാർ തയ്യാറാക്കാൻ ഈ രീതിയിൽ ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി മാറ്റി വെക്കാം. താളിക്കാൻ വേണ്ടി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കാം. ഇനി 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം.
കടുക് പൊട്ടി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2-3 വറ്റൽമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ സാമ്പാർ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.